गांव में कहाँ है तुम? 2 ठोक हमारे था बांग्लादेशी है? और बांग्लादेशी 2 ठोक ये अब्बा बांग्लादेशी हाँ नहीं जानता തല്ലിക്കൊന്നു കളഞ്ഞു സംഘപരിവാർ. വംശവെറി എന്ന് തന്നെ പറയാം അല്ലേ? ഛത്തീസ്ഗഡുകാരനായിട്ടുള്ള കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്ന ഒരു ദളിത് യുവാവ് റാം നാരായണൻ. ആ ഒരു നിസ്സഹായ അവസ്ഥ അല്ലെ, ആൾക്കാർക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് കണ്ടിട്ടും ഇങ്ങനെ കഴിയുന്നു ഈ ഇങ്ങനെ മൃഗീയമായിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ. ബംഗ്ലാദേശിയാണോ? ഇനി ബംഗ്ലാദേശിയാണെങ്കിൽ എന്താണോ? ഇല്ല ഇവരാരാ ഈ ബംഗ്ലാദേശിയാണോ, ഇനി അതല്ലെങ്കിൽ ബീഹാറിയാണോ, മറ്റേതെങ്കിലും ആളാണോ നോക്കാനൊക്കെ ഇവരാരാണ്? സംഘ് പരിവാർ ആരാണ്? ഇവരെയൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് നിയമപരമായിട്ടൊന്നുമല്ല, ജനം കൈകാര്യം ചെയ്യണം. ജനങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഇവന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഒരുപാട് കൊലപാതകങ്ങളിലും അതുപോലെ തന്നെ അക്രമ പ്രവർത്തനങ്ങളിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണ്. ഇവനൊക്കെ വീണ്ടും സ്വൈര്യവിഹാരം നമ്മുടെ നാട്ടിൽ നടത്തുന്നു എന്നുള്ളതാണ്. ഇവനൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? വീട്ടിൽ കിടത്തി കളയണം. അതല്ലാതെ ഇവനൊന്നും എന്ത് ചെയ്യൂല. ഇവനൊക്കെ ഇതൊക്കെ വളരെ നിസാരമായിട്ടുള്ള ഒരു കൊലപാതകം എന്നുള്ള രീതിയിൽ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങും. കാരണം ഈ ഒരു കേസ് തന്നെ പോലീസ്, നമുക്കറിയാം കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരൊക്കെ ആണെങ്കിലും പോലീസ് ഈ ഒരു നിസാര കൊലപാതകം എന്നുള്ള രീതിയിൽ എഴുതിത്തള്ളാൻ നോക്കിയതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വീഡിയോ ഒക്കെ പ്രചരിച്ചു. ഇത് എന്താ പറയുക, കുറെയൊക്കെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് കൊണ്ട് ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടില്ലട്ടോ, മീഡിയകൾ ഇതിന് വലിയ എന്താ പറയുക ഒരു കവറേജ് ഒന്നും കൊടുത്തിട്ടില്ല. അതേസമയം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അവരെന്താ പറയുക മുന്നോട്ട് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അവർക്ക് വലിയൊരു ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ദളിത് യുവാവാണ്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളല്ല, അന്യസംസ്ഥാന തൊഴിലാളിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ആര് സംസാരിക്കാൻ എന്നുള്ള ഒരു രീതിയൊക്കെ ഉണ്ടാവും. കാരണം എതിർപക്ഷത്ത്, ശത്രുപക്ഷത്ത് ഇനി അതല്ലെങ്കിൽ ഈ ക്രൂരത ചെയ്തത് സംഘ് പരിവാറാണ്. അപ്പൊ അവരോട് മുട്ടി നിൽക്കാനൊന്നും ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയൊന്നും തയ്യാറാവൂല്ലേ? ഇടത് തയ്യാറാവുമോ? ഇനി അതല്ലെങ്കിൽ വലത് തയ്യാറാവുമോ? ആരും എന്ത് ചെയ്യൂല. ഇത് പ്രതിഷേധം വിളിക്കാൻ പോലും എന്ത് ചെയ്യൂല, അവർ മുന്നോട്ട് വരില്ല. അപ്പൊ ഞാൻ ഈ ഒരു സംഭവം നടന്ന അന്ന് തന്നെ പല പ്രൊഫൈലുകൾ നോക്കി, ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷത്തിന്റെ ഒക്കെ പ്രൊഫൈലുകളിൽ ഇതിനൊരു സങ്കടക്കുറിപ്പുണ്ടോ എന്ന്. ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ വന്ന് അതിന് പ്രതികരണങ്ങൾ പല ആൾക്കാർ, ഇനി അതല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളൊക്കെ ഇതിനെ പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊഫൈൽ ഇടുന്നതും ഇനി അതല്ലെങ്കിൽ മുഖപുസ്തകങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും കുറിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ആൾക്കാർ എത്രത്തോളം ഒരു സംഗതിയെ ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് പലരുടെയും പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. ആരും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യണ്ട എന്നുള്ളതാണ്. അല്ലാതെ ഈ ക്രൂരതയുടെ ആഴം മനസ്സിലാക്കിയിട്ടോ ഇത് ചെയ്ത പ്രത്യയശാസ്ത്രത്തിന്റെ ആൾക്കാർ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ ഇതുപോലെയുള്ള ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ വംശവെറിയോടെ നടത്തുന്നതാണെന്നൊന്നും ആരും എന്ത് ചെയ്യില്ല, ചർച്ച ചെയ്യാനൊന്നും തയ്യാറാവില്ല. ഇതൊരു അവരുടെ ഒരു തീരുമാനമാണ്. ഇവിടെയുള്ള ദളിതരാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ന്യൂനപക്ഷങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുക, ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ ക്രൂരമായിട്ട് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അതിനെ നമ്മൾ ആ രീതിയിൽ എന്താ പറയാ ലഘൂകരിച്ച് കാണാനോ ഇനി അതല്ലെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ നാളെ നമ്മളെയും പല പേരിന്റെ പേരിൽ ഇനി അതല്ലെങ്കിൽ ജാതിയുടെ പേരിൽ വേഷത്തിന്റെ പേരിൽ ആക്രമിക്കാൻ അവർ തയ്യാറാവും. അപ്പോഴും ഇത് തന്നെയായിരിക്കും പൊതുസമൂഹത്തിന്റെ ഒരു നിലപാട്. ഇനി അതല്ലെങ്കിൽ നമ്മളല്ലാത്തവരോട് എന്താ പറയുക, അത് സാരമില്ല, സ്വാഭാവികമായിട്ട് എല്ലായിടെയും സംഭവിക്കുന്നതാണല്ലോ, അപ്പൊ പിന്നെ നമ്മൾ ഇതിനെന്ത് പ്രതികരിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പോകും. അതുകൊണ്ട് തന്നെ സംഘ് പരിവാരത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പലരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് വാങ്ങിയിട്ട് ഈ വിഭാഗത്തിന്റെ വോട്ട് വാങ്ങിയിട്ട് ജയിച്ചിട്ട് ഭയങ്കര കുന്തള്ളിപ്പോയിട്ട് നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അവരോടൊക്കെ തന്നെയാണ് പറയാനുള്ളത്, സംഘ് പരിവാർ എന്നുള്ളത് അവർ ഈ രീതിയിൽ ഉന്മൂലന പ്രത്യയശാസ്ത്രമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവരെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പായസം കൊടുത്തത് കൊണ്ടോ ഇനി അതല്ലെങ്കിൽ അവരെ സൽക്കരിച്ചത് കൊണ്ടൊന്നും അവർ നന്നാവില്ല. അവർ നിങ്ങളെയും തേടി ഒരു നാൾ വരും. അതുവരെ നിങ്ങൾക്ക് ചിലപ്പോൾ അവരെ മനസ്സിലാവില്ല. പ്രതിഷേധിക്കേണ്ട കാര്യങ്ങൾ പ്രതിഷേധിക്കുകയും പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ലെങ്കിൽ അതിന്റെ വില വലുതായിരിക്കുമെന്ന് നിങ്ങൾക്ക് തിരിയുന്ന ഒരു കാലം വരും.